ഹായ് മക്കളെ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. ബോർഡ് എക്സാമിനേഷൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ നിങ്ങൾ പല തിരക്കിലായിരിക്കും. മോഡൽ എക്സാം വരുന്നുണ്ട്, ലാബ് എക്സാം, റെക്കോർഡ് അല്ലേ, പിന്നെ അതോടൊപ്പം തന്നെ 2 വർഷം കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ പിരിയുന്ന വിഷമം, അങ്ങനെ പല രീതിയിലുള്ള തിരക്കിലും വിഷമത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ, ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താക്കരുത്, വിട്ടുപോകരുത്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്ന കോളേജ് ആയിരിക്കും, ഒരു ക്യാമ്പസും. അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലും അതേപോലെ ഫാർമസി കോളേജിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കീം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കീമിൻ്റെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ എങ്ങനെ നടത്തണം സാർ എന്നുള്ള പല ആൾക്കാരുടെയും ചോദ്യം ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് ബോർഡ് എക്സാമിന് പഠിക്കുന്ന ടോപ്പിക് തന്നെയല്ലേ. അതായത് NCERT അധികം ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷൻ ലെവലിൽ നിന്ന് അധികം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങ് പഠിച്ചു പോയാൽ പോരെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ഓർക്കേണ്ടത്. അതായത് ഓരോ ശത്രുവിനും അവരർഹിക്കുന്ന യുദ്ധമുറയുണ്ട്. അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല, എലിക്ക് പാഷാണം. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. അതേപോലെയാണ് ഓരോ എക്സാമിനേഷനും അതിനെ ക്രാക്ക് ചെയ്യാൻ, അവരെ അറ്റാക്ക് ചെയ്യാൻ, അവനെ കീഴടക്കാൻ നമുക്ക് ഓരോ മെത്തേഡുകളുണ്ട്. അതായത് ബോർഡ് എക്സാമിനേഷന് നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്ന മെത്തേഡല്ല ഒരിക്കലും എൻട്രൻസ് എക്സാമിനേഷൻ ഉപയോഗിക്കേണ്ടത്, കീം എക്സാമിനേഷൻ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കുറച്ച് ചില എക്സാമ്പിൾസ് മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ +1 പഠിച്ച ഒരു ടോപ്പിക്കാണ് എന്ത്, കോണിക് സെക്ഷൻ അല്ലേ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് x² + y² / 4 = 1. അപ്പോൾ അതിന് എക്സെൻട്രിസിറ്റി നമ്മൾ ബോർഡ് എക്സാമിനാണ് നമ്മൾ എങ്ങനെയാണ് മക്കളെ ചെയ്യുക, നമ്മൾ ആദ്യം ഏത് ടൈപ്പ് എലിപ്സ് ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യും അല്ലേ. അതായത് ഈ സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്, കാരണം വൈയുടെ താഴെയാണ്, y² താഴെയാണ് വലിയ നമ്പർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അഥവാ x² / b² + y² / a² = 1. അങ്ങനെയാ. അപ്പോൾ അതിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്, √(a² - b² / a ആണ് എലിപ്സ് ആകുമ്പോൾ അല്ലേ. ഹൈപ്പർബോള നമുക്കറിയാം a² + b² ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കും, a² ഐഡന്റിഫൈ ചെയ്യും അല്ലെ. എങ്ങനെ, ഇതിൽ വലിയവനെ നോക്കി നമ്മൾ a² എന്ന് പറയും. അപ്പോൾ a² എന്ന് പറയുമ്പോൾ 4, അപ്പോൾ b² അത് 1. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ √(a²) നമുക്കറിയാം 4 ആണ്, b² 1 ആണ്, ഡിവൈഡ് ബൈ a എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രത്യേകം എഴുതി വെക്കും അല്ലേ. a² = 4 ആകുമ്പോൾ a = 2. അപ്പോൾ നമ്മൾ √3 / 2. നമ്മൾ ഇങ്ങനെയാണ് പിന്നെ പ്രൊസീജിയർ നമ്മൾ എന്താക്കുക, ബോർഡ് എക്സാമിന് എഴുതാം. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെ എഴുതിയാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ എൻട്രൻസ് എക്സാമിൽ നമ്മൾ ഇത്രയൊന്നും സ്റ്റെപ്പിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല. അതായത് ഇവിടെ നമ്മൾ ബോർഡ് എക്സാമിന് എഴുതുന്ന പോലെ ഇവിടെ എന്താക്കരുത്, ഫോർമുല എഴുതി വെക്കുക, അത് ഓരോന്നും അങ്ങനെ എഴുതി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഈ ഫോർമുലയൊക്കെ നമ്മൾ മനസ്സിൽ മാത്രമേ പാടുള്ളൂ. അപ്പോൾ എക്സെൻട്രിസിറ്റി E = എന്ന് തന്നെ എഴുതില്ല, അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. നമ്മൾ ഇത്രയേ ഉള്ളൂ. E എന്ന് പറയുമ്പോൾ a² - b², a എന്ന് പറയും a² എന്ന് പറയുമ്പോൾ ഇത് രണ്ടിലും വലിയവൻ ആരാണോ അവനാണ് a² അല്ലേ. അപ്പോൾ ഇവിടെ വലുതാണ് 4, b². അപ്പോൾ ഇതൊന്ന് കുറക്കുക, ഇത് ഈ രണ്ട് ഈ താഴത്തെ നമ്പേഴ്സ് ഉണ്ട്, അത് വലുതും ചെറുതും കുറക്കുക. 4 - 1 എന്ന് പറയുമ്പോൾ എന്താണ് 3 ഡിവൈഡ് ബൈ. ഓക്കെ, പിന്നെ എന്താണ് a² എന്ന് പറയുമ്പോൾ 4 ആണ്, a എന്ന് പറയുമ്പോൾ എന്താണ് 2, അപ്പോൾ √3 / 2. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ഇതാ വിത്ത് നോ സ്റ്റെപ്പോടെ നമ്മൾ എന്താക്കാൻ ചെയ്യാൻ, ഇതൊക്കെ മനസ്സിൽ കണ്ടു വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ചുരുക്കുക. അപ്പോൾ സാധാരണ ബോർഡിൽ എഴുതുന്ന പോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമ്മളിങ്ങനെ ഇക്വേഷൻസ് ഒക്കെ എഴുതി ഓരോ പാരാമീറ്റേഴ്സ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനില്ല. അതങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം നമ്മൾ ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ NCERT ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ഒരുപാട് സ്റ്റെപ്പ് എടുക്കും. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ബോർഡ് എക്സാമിന് പഠിച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും അതേപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ബോർഡ് എക്സാം ലെവലിൽ ചെയ്ത് നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് എടുക്കും. ഞാൻ എന്താക്കുന്നില്ല, കാണിച്ചു തരുന്നില്ല. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2017 - 2016 / 2 ആണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായ? ഓക്കെ, അതായത് ചുരുക്കി പറയാൻ ആൻസർ എന്താണ്, 1/2 ആണ്. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. അതായത് ഇന്റഗ്രൽ a to b f(x) ഡിവൈഡ് ബൈ f(x) പ്ലസ് f(a + b - x) എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണെങ്കിൽ ഉത്തരം എന്താ മക്കളെ, b - a ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് സടപട എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇത് ആ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്റഗ്രൽ 2016 to 2017 √x ഡിവൈഡ് ബൈ √x പ്ലസ് ഈ 4033 നമുക്ക് എന്ത് എഴുതാം, യെസ് 2016 + 2017 എഴുതാം അല്ലേ. 2016 + 2017 - x എന്നാക്കി മാറ്റി എഴുതാം. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റായി, a to b അല്ലേ, f(x) ഡിവൈഡ് ബൈ f(x) പ്ലസ് f(a + b - x) എന്ന ഫോർമാറ്റായി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, യെസ് b - a. ഇപ്പോൾ 2017 അല്ലേ -2016 ഡിവൈഡ് ബൈ 2. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് എന്താക്കാനുണ്ട്, ഇവിടെ പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഇത് പുതിയ കാര്യം ഷോർട്ട് കട്ട് ഒന്നും അല്ല. നമ്മൾ NCERT വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച ഒരു കാര്യം തന്നെ. പക്ഷെ പലരും എന്താക്കില്ല, ശ്രദ്ധിക്കില്ല. ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും വിചാരിക്കും സാർ മികച്ച ചോദ്യം, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ് വിടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം ഞാൻ പറയുന്നതാണ്. ഇതിന് ഉത്തരം 0 ആണ്. എങ്ങനെയാ സാർ 0 വന്നത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ -a to a അല്ലെ, fx dx is equal to 0 എപ്പോഴാണ്? യെസ്, fx is ഓഡ് ഫംഗ്ഷൻ അല്ലെ. fx ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എന്താണ്? 0 ആണ്. നമുക്ക് മനസ്സിലാക്കി. റെഡി അല്ലേ? എന്താ ഓഡ് ഫംഗ്ഷൻ? ഒന്നുമില്ല, f of -x equal to -f of x. ഓക്കെ, അപ്പൊ ഇതേപോലെ ലോഗ് b plus x ഡിവൈഡ് ബൈ b minus x എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള ഫംഗ്ഷൻ എപ്പോഴും എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അതിൽ യാതൊരു സംശയം വേണ്ട. റെഡിയേ? അപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്ക് അത് എന്താക്കണം, മനസ്സിലാക്കണം, അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അതേപോലെ -500 to 500 അല്ലെ, ആ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 0 ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാതെ പോകുന്ന പിന്നെ ചില കാര്യങ്ങൾ ആ അശ്രദ്ധ കാരണം നമുക്ക് മാർക്ക് നഷ്ടപ്പെടാം. റെഡിയല്ല? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈറ്റ് പഠിക്കണം. റെഡി? അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിനും ഒക്കെ NCERT ഒക്കെ കുറച്ച് ലെങ്ത്തിൽ ചെയ്യുന്ന കാര്യം ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റൻ എനിക്കൊന്ന് ബോർഡ് എക്സാമിൽ അധികം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇതിൽ ചെറിയൊരു അറിവ് മതി നിങ്ങൾക്ക് 4 മാർക്ക് കീമിന് കൂളായി അടിച്ചെടുക്കാൻ. എന്താണെന്നറിയോ? ദ സം ഓഫ് ദ കോയിഫിഷ്യന്റ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ 1/x + 2x ഹോൾ പവർ 6 is equal to എന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മൾ സം ഓഫ് കോയിഫിഷ്യന്റ് അല്ലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിബുദ്ധിമാരുണ്ടാവും. ഓലെ എന്താക്കുന്നത്, മൊത്തം അങ്ങോട്ട് എക്സ്പാൻഡ് ആക്കും. എക്സ്പാൻഡ് ആയിട്ട് ഓരോന്നിനും കോയിഫിഷ്യന്റ് എടുക്കും, എന്നിട്ട് മൊത്തം ആഡാക്കും. മണ്ടത്തരാണ്. പക്ഷെ നമുക്ക് ട്രിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഓക്കെ, ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സം ഓഫ് കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സിന് 1 കൊടുക്കുക. ഇതേപോലത്തെ എല്ലാ സാധനത്തിനും സം ഓഫ് കോയിഫിഷ്യന്റ് നമ്മൾ എക്സിന് 1 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്നിട്ട് 1/1 അല്ലെ +2 × 1 ഹോൾ പവർ 6 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 3/6 ആണ് അതിന്റെ റൈറ്റ് ആൻസർ. മക്കളെ ഇതേപോലെ നമുക്ക് ഒരുപാട് തന്ത്രങ്ങളും ബുദ്ധികളികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഒറ്റക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റുമൊക്കെ ചെയ്ത് നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാ. പക്ഷേ അത് ഒറ്റക്ക് ഡെവലപ്പ് ചെയ്ത് അത് പഠിച്ച് സെറ്റാക്കാനുള്ള സമയം നിങ്ങളുടെ മുമ്പിലില്ല. അപ്പോൾ എന്താ സാർ ചെയ്യുക? ഞങ്ങൾ ഓൾറെഡി ഇതൊക്കെ എക്സ്പേർട്ട് പാനൽ ഇതൊക്കെ ഇരുന്നിട്ട് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈലത്തിൻ്റെ ബാച്ചാണ്, ഓൺലൈൻ ബാച്ചാണ് ഇപ്പോൾ നടക്കുന്ന XPL കീം. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കി കിട്ടുകയും അതോടൊപ്പം തന്നെ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യും. നമ്മൾ സബ്ജക്റ്റിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുകയും എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കൊരു ത്വര വരികയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അവസരം നിങ്ങൾ കറക്റ്റായിട്ട് മക്കൾ എന്താക്കുക, ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ തന്ത്രങ്ങളൊക്കെ പഠിച്ച് ഉഷാറാക്കിയിട്ട് അടുത്ത വർഷം നിങ്ങൾ മികച്ചൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സൈലത്തിൻ്റെ വീഡിയോസ് ഇതൊക്കെ വാച്ച് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സാധിച്ച് തരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.